എന്താണ് എന്തായാലും എന്തൊക്കെയോ ചേട്ടാ എന്തപ്പോ ഇങ്ങനെ ഇവിടെ നിക്കണ്? ആ ഉദയേട്ടാ എവിടെ കൂട്ടില്ല എന്തെങ്കിലും പവറാണ് നമ്മുടെ ഇന്ത്യയുടെ പവറാണ് അതൊക്കെ അല്ലേ എന്നൊക്കെ പറയാണ്ട്. ഓക്കെ ഞാൻ വീട്ടിലുണ്ട് പറഞ്ഞാൽ മതി. ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് അല്ലേലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുഴയിലേക്ക് പോവാം. വേമ്പാ കേട്ടാ, പുഴയിലേക്ക് പോവാന്ന്. ആ ശരി ചേട്ടാ വരാം. എവിടെ രണ്ടാളോട് പോണേ? അയ്യോ ഒരു കുളി കഴിഞ്ഞ് കഴിഞ്ഞാലേ അത് കഴിഞ്ഞിട്ട് എന്താ ഉദയേട്ടാ വിഷമിച്ചിരിക്കണേ? ആകെ ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ അതേ ഇപ്പോൾ ബാങ്കിൻ്റെ കടലാസ് ബാങ്കിൽ അടയ്ക്കാനുള്ള കടത്തിൻ്റെ എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ വേണ്ടി മനസ്സിലായി. മൊത്തത്തിൽ ഒരു സമാധാനം എന്തൊക്കെ ചെയ്യണം. ഞാൻ ഇക്കണ്ട കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് സ്ഥലം ഉദയേട്ടൻ ഒന്ന് ഇറങ്ങി കുളിക്കുക, അപ്പൊ എല്ലാ ടെൻഷനും ശരിയാവും. ഉദയേട്ടാ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഒരു കുറച്ച് നേരത്തേക്ക് ഒരു റിലാക്സാ.
എന്താ സുഖം. ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങിയോക്ക്. ഇറങ്ങി ഇറങ്ങി പേടിക്കണ്ട. അവിടുന്ന് ആ അപ്പൊ മതി. ആയി സൂപ്പറായില്ലോ, അടിപൊളിയല്ലേ? ഒന്ന് മുങ്ങി നോക്കിയേ, മുങ്ങ്. താ കേറിപ്പോണ്. ഇറങ്ങി ഇറങ്ങി. ഇനി 2 സ്റ്റെപ്പ് കൂടി. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. ചാടറാണ്ട് മീൻ കൊത്തിയാ മീൻ കൊത്തി ഇത്ര.
എന്താ സുഖം. കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിത് കഷ്ടപ്പെട്ട് വയ്യാണ്ടായിട്ട് നമ്മൾ വന്ന് നമ്മുടെ സ്വന്തം കുടുംബത്ത് വന്ന് കുളിച്ചൊന്ന് ഫ്രഷായിട്ട് നീണ്ടുന്ന പറഞ്ഞങ്ങോട്ട് ഇരിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു സുഖം തന്നെയാട്ടാ. പടത്തിന് പോയാലോ? അനൂപിനെ വിളിച്ചോട്ടെ. അനൂപ പോവല്ലേ? പുറത്ത് പോവാ? ഞാനും ആലോചിച്ചിരിക്കുന്നു കേട്ടോ, പോയാലും പടത്തിന് പോവാ നമുക്കെന്നാ. ആ മറ്റേ ഹൃദയപൂർവ്വം കളിക്കുന്നു മോഹൻലാലിൻ്റെ. അതൊന്നും മോഹൻലാൽ ഫാനല്ലേ? ഞാൻ മോഹൻലാൽ ഫാനാണ്. എനിക്ക് ആകെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, നീ യൂത്തനല്ലേ, നീ മോഹൻലാലിന്റെ പടത്തിനൊക്കെ വിളിച്ചാൽ വരുമെന്നൊരു ഇതുണ്ടായിരുന്നു. അതെ അതെ അതെ. എന്നാ ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ പടം വിട്ടിട്ട് വേറെ ഒരു കളിയില്ലേ നമുക്ക്. മോഹൻലാലിന്റെ പടം വന്ന എന്തായാലും കാണണം. അത് നമ്മുടെ മോഹൻലാലിന്റെ ഒരു ആരാധകനാണ് ഞാൻ കേട്ടാ. പോയി നോക്കാം നമുക്ക്. പിന്നെ അതല്ലടോ സൂപ്പർ പടാന്ന് കേട്ടത് നല്ല അടിപൊളി പടാന്ന് കേട്ടെ. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. നിനക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അങ്ങനത്തെ പടാ കേട്ടാ. ഓക്കെ എന്നാ വാ. ഉദയേട്ടനെ ഞാൻ ചോദിച്ചു, പക്ഷെ എന്നിട്ട് വരുന്നില്ലായിരുന്നു. പഴയ മോഹൻലാൽ പടങ്ങളുടെ ഫാനാണ്. മോഹൻലാൽ പടം മാത്രം കാണുന്നു പറയാം. പോടാ പടത്തിന് പോവാ. ഹൃദയപൂർവ്വം എന്താ കുഴപ്പം? ലോകയൊന്നും വേണ്ട. മോഹൻലാലിന്റെ പടം കളിക്കുമ്പോൾ പിന്നെ ഹൃദയപൂർവ്വം. നിങ്ങൾ യൂത്തന്മാരാണ്, പക്ഷെ മോഹൻലാലിന്റെ പടം കണ്ടോ അടിപൊളി. നിങ്ങളുടെ പ്രായത്തിൽ ഞാനും യൂത്തനായിരുന്നു. എന്റെ ആ ചെറുപ്പകാലത്ത് അതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് എന്റെ ചെറുപ്പകാലം എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് അത്ര നിങ്ങളെക്കാളൊക്കെ അടിപൊളിയായിരുന്നു എന്റെ ചെറുപ്പകാലം. മനസ്സിലായ? ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടന്നെന്ന് പറയുന്നത്. ആ സമയത്തൊന്നും നിങ്ങൾ പോലും നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളിപ്പോ ഇങ്ങനെ നടക്കണില്ല. എന്റെ ചെറുപ്പകാലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ ഗംഭീര സംഭവം. പക്ഷെ എന്താ പറയാ, പിന്നെ അത് കഴിഞ്ഞു. പക്ഷെ മോഹൻലാലിനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മോഹൻലാലും അന്നും ഇന്നും ആ ഒരു റേഞ്ച് ആള് കളഞ്ഞിട്ടില്ല. അടിപൊളി ആള്. എന്റെ ചെറുപ്പകാലത്തെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ കാണേണ്ടത് കണ്ട. ഇതൊക്കെ ഇതൊക്കെ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഉണ്ട്. ഇതാ നോക്കിയൊക്കെ ഇല്ലേ? ആ അതെ അതെ അതെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എത്ര അടിച്ചു പൊളിച്ചു നടന്നറിയാം. അന്നൊക്കെ നമ്മള് അതാ പറഞ്ഞതേ. അതാണ് നമ്മുടെ ചെറുപ്പകാലം. മനസ്സിലായില്ലേ? അടിപൊളിയായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് നിങ്ങളെക്കാളൊക്കെ അടിപൊളി പറഞ്ഞ അന്ന് നമ്മള് ചെറുപ്പത്തില് എന്താ. കുഴപ്പമില്ല, മോഹൻലാൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. സത്യനന്ദിക്കാട് പടമല്ലേ? സൂപ്പർ പടം. മോഹൻലാലിന്റെ പടം എന്ന് പറഞ്ഞാൽ ഇതാണ്. അടിപൊളി പടം, സൂപ്പർ പടം. എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഫീൽ വുഡ് ചെറുതായിട്ട് വേണ്ടേ, അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയൊരു സംഭവങ്ങളുള്ളൂ. പക്ഷെ പടം എന്തായാലും ഇല്ലടാ ഇഷ്ടപ്പെട്ട പടം. പറയാം. പക്ഷെ പടം സത്യനന്ദിക്കാരുടെ പടങ്ങളിൽ നല്ലൊരു പടമാണ്, സൂപ്പർ പടം.
അടിപൊളിയാണ്. വീട്ടിൽ പോണ എന്താ ഒരു മൂഡ് ഔട്ടായിട്ട് ഇരിക്കണേ? പറയുന്ന ശമ്പളിച്ച് ആകെ ടെൻഷനിലാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നില്ലേ, ഒക്കെ ഒന്നും ഒരു ഇതെത്തിയില്ല. അതായത് ഇപ്പൊ ബാങ്കിൽ നിന്ന് കടലാസ് വന്നു, നമ്മളെ സഹായിക്കുന്ന കാരണമില്ല ആവില്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷൻ. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ കടങ്ങളൊക്കെ ഇത്തിരി പൈസ അവിടെ ഇവിടെ ഒക്കെ ഇറക്കിയതല്ലേ ഓരോ കാര്യങ്ങൾക്ക്, എന്നിട്ട് ഒന്നും ഒരു പിടിപാടായില്ല. എന്ത് പറ്റി ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താ? ഒരുപാട് പൈസ ഇറക്കിയല്ലോ പൈസ ഇറക്കി. അതൊക്കെ ശരിയാവും. ഏതെങ്കിലും ഇതല്ലെങ്കിൽ അത്, അതല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒക്കെ ശരിയാവും. മനുഷ്യരായ എന്തെങ്കിലും ഒരു പിടിവള്ളി വീഴില്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ? പക്ഷെ അതാണിത് സെറ്റായില്ല. അത് മാത്രല്ല ഇതിപ്പോ കടലാസും കാര്യങ്ങളൊക്കെ വന്നു. ഒന്നും വിഷമിക്കേണ്ട, ഒക്കത്തിനൊരു കാലഹരണം ഉണ്ട്. അതെ, നിങ്ങളെപ്പോ ഉള്ളവരിങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? പ്രാർത്ഥന എന്നും ഉണ്ടാവും. അതൊരു വിഷമം. റെഡിയാക്കും. റെഡിയാവണം. പറയാ തളരാൻ പാടില്ലല്ലോ. തളരാൻ പാടില്ലല്ലോ. ഒരിക്കലും പാടില്ല, തളരുതല്ലോ. നമ്മൾ തളരല്ലേ വേണ്ടത്. നമ്മള് എത്രയും പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ ജീവിതം നല്ലതായിട്ട്. തളരാൻ പാടില്ല ഒരിക്കലും, തളരരുത്. ശരിയാവും, ശരിയാക്കണം. നോക്കട്ടെ, കാര്യങ്ങൾ ഉണ്ട്. കുറെ നമ്മൾ കഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നോക്കി. അപ്പൊ അത് കാരണം എന്താ പറയാ, ചെറിയൊരു കാരണം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അറിഞ്ഞ ആ ഉദയം പൈസ ഒത്തിരി ബിസിനസ് നടത്തി ഒളിഞ്ഞ് ആധാരായിരിക്കുന്ന ഒന്നിനൊരു മെച്ചമില്ല. ഇനി നന്നാവൂ എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയൂ. എന്ത് വന്നാലും നന്നായി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അറിയോ ഉദന്റെ കാര്യം? ഇത് അത്രയും പറയാൻ പറ്റില്ല. ഇനി ഒന്നുമില്ല എനിക്ക് കഷ്ടപ്പെട്ടിട്ട്. താമസിക്കുന്ന ആ ഉദയം ഉണ്ടല്ലോ, ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരുപാട് ബിസിനസ് ചെയ്തു, ഒന്നും ശരിയായിട്ടില്ല. ഇനി ശരിയാവുമെന്ന് പ്രതീക്ഷയില്ല. എത്ര പൈസ മുടക്കണമെന്നറിയും. അവൻ പണ്ടേ ഒരു പൊട്ടന. എത്ര കാര്യം ചെയ്താലും ഒന്നും ഒരു മെച്ചപ്പെടില്ല. എന്ത് ചെയ്യാനാ? ഒന്ന് കര പറ്റി കാണണ്ടേ നമുക്ക്? അതാ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ വേണ്ടേ? അതെ, ഉപദേശിച്ചാലും അവരൊരിക്കലും നന്നാവാൻ പോണില്ല, നന്നാവൂല്ല. ശരി അന്യ, അവനൊന്നും ഒരു കാര്യം ഇല്ല. എന്ത് ചെയ്യാനാ? കഷ്ടപ്പാട് ഇനി ഇങ്ങനെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാനില്ല. ഇങ്ങനെ അതെ, അവനൊന്നും പറഞ്ഞ കേക്കില്ല. ഒരാൾ പറഞ്ഞത് കേൾക്കണ ആളുമല്ല, കേൾക്കൂല്ല. ഒരിക്കലും നന്നാവാനും പോണില്ല. എന്താ ചെയ്യാ? കഷ്ടപ്പാട് നേരെ ഉദയന്റെ വീട് അവിടെ. ഉദയന്റെ വീട് ചേട്ടന്റെ വീട് എനിക്കറിയാം. ഈ കാണാണ് ഞാൻ കാണിച്ചില്ല. വായോ. എന്താണ് പരിപാടി? ഇതെന്താ എനിക്കുള്ള എന്താ എന്റെ പേര്? നിന്റെ വീട്ട് തന്നെ? അല്ല, ഞാൻ ഒന്ന് ശരി എന്നാ, ഓക്കെ. ഇത് എന്തിന്റെ സംഭവം? എന്താ? ഷെയർ മാർക്കറ്റിന്റെ. ഷെയർ മാർക്കറ്റിന്റെ അല്ല സാർ? ശരി എന്നാ. ഇപ്പൊ ഇതെന്ത് കൊണ്ടാണോ അവതേമ ഇരിക്കാനും കിടക്കാനും സമാധാനമില്ല മനുഷ്യൻ. നോക്കട്ടെ.
സക്സസ് സക്സസ് മതി പൊരിച്ച് ഇനിയാണ് ഇവിടെ കാലി. ഔ. എടി അമ്മു ഈ അറിഞ്ഞോ? ആ ഉദയൻ രക്ഷപ്പെട്ടു. പണ്ടേ രക്ഷപ്പെടുമായിരുന്നു. എനിക്ക് അറിയായിരുന്നു പണ്ടേ രക്ഷപ്പെടുന്നു. ഇപ്പൊ രക്ഷപ്പെട്ടു കേക്കണ്. അത്ര പോരെ? നന്നായി കണ്ടു ഉദയൻ. ഉദേട്ടാ അറിഞ്ഞു അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഞാനേ ഒറ്റ മിനിറ്റ് കിട്ടാ, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. രക്ഷപ്പെട്ടാ. ഓ പിന്നടാ ഷെയർ മാർക്കറ്റ് പൊരിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആത്മവിശ്വാസമാണ് വേണ്ടത്. നമ്മള് ഏത് ബിസിനസ് ആയാലും നമ്മൾ വിജയിക്കും. സമയം പിടിക്കും, പക്ഷെ വിജയിച്ച്. നിങ്ങള് അന്ന് നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ അത് ശരിക്കും ഞങ്ങളുടെ കണ്ണ് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തലമുറയില് പെട്ടവര് പഴയ തലമുറ കുറ്റം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളൊരു പ്രചോദന ഞങ്ങൾക്ക്. ഏത് തലമുറയിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വലിയ സമയമൊന്നും വേണ്ട. അതിനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇത്. എവിടേക്ക് പോണേ?